ഇന്ന് ലോക വായനാ ദിനം. വായനയുടെ ആവശ്യകത ഓർമ്മിപ്പിക്കാനാണ് വായനാ ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്ന PN പണിക്കരുടെ ജന്മദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്. ഒരു പുസ്തകം, ഒരു ആശയം, അനന്തമായ സാധ്യതകൾ എന്ന സന്ദേശമാണ് ഈ വായനാ ദിനത്തിൽ ഉയർത്തുന്നത്. ഏതൊരു ഭാഷയുടെയും നിലനിൽപ്പ് അവയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും വായിക്കുന്നതുമായ പുസ്തകങ്ങളുമായി ഇഴചേർന്ന് കിടക്കുന്നു. ലോകത്താകെ 573 ഭാഷകളാണ് ഇതുവരെ വംശം അറ്റുപോയിട്ടുള്ളത്. ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ അതിപ്രസരം പരന്ന വായനയെ പിന്നോട്ടടിപ്പിച്ചെങ്കിലും അതേ സാങ്കേതിക വിദ്യകൾ തന്നെ വായനയെ പുഷ്ടിപ്പെടുത്തുന്നുമുണ്ട്. വായന മരിക്കുന്നുവെന്ന ആശങ്കയോടെയാണ് ഇത്തവണത്തെയും വായനാ ദിനം എത്തുന്നത്. ദൃശ്യമാധ്യമങ്ങളുടെ അധിനിവേശം വിരൽത്തുമ്പിയിൽ ചലനചിത്രങ്ങളാവുമ്പോൾ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ശ്രദ്ധ ചലിപ്പിക്കാൻ പുതുതലമുറയ്ക്ക് താല്പര്യം കുറഞ്ഞു വരുന്നു. ഈ പുസ്തകങ്ങളുടെയും ഓഡിയോ ബുക്കുകളുമൊക്കെ അവിടെയും പ്രതീക്ഷ നൽകുന്നതാണ്. കോവിഡ് കാലത്ത് വീടുകളിൽ ഏകാന്തതയിൽ തളച്ചിട്ട ലോക ജനതയ്ക്ക് വായനയുടെ വിശാല ലോകമാണ് ആശ്വാസമായത്. 23% കൂടുതൽ ആളുകൾ ഇക്കാലത്തും വായനയിൽ അഭയം പ്രാപിക്കുന്നുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. യുനെസ്കോയുടെ കണക്കനുസരിച്ച് ഒരു രാജ്യത്തെ ജീവിത നിലവാരം അളക്കാനുള്ള സൂചികകളിലൊന്ന് അവിടെ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെ എണ്ണമാണ്. കേരളത്തിന്റെ മുക്കിലും മൂലയിലും ബുദ്ധിമുട്ടുകൾ അവഗണിച്ച് എത്തിച്ചേർന്ന ഗ്രന്ഥശാലകൾക്ക് രൂപം നൽകിയ PN പണിക്കർക്കുള്ള സ്നേഹോപഹാരം കൂടിയാണ് ഈ ദിനം. 4000-ലധികം ഗ്രന്ഥശാലകൾക്കാണ് PN പണിക്കർ രൂപം നൽകിയത്. നമുക്കറിയാം, പുതിയ കാലഘട്ടത്തിൽ പുതിയ ജെൻസി തലമുറയിൽപ്പെടുന്ന ചെറുപ്പക്കാർ മൊബൈൽ ഫോണിൽ കൂടിയും ഓൺലൈൻ കൂടിയാണ് ഇപ്പോൾ കുറെയെങ്കിലും വായനകൾ വായിക്കുന്നത്. എന്നാൽ വായനശാലകളിൽ വന്ന് പുസ്തകങ്ങളെടുത്ത് വായിക്കുന്ന ചെറുപ്പക്കാരിൽ എണ്ണം സംസ്ഥാനത്താകെ തന്നെ കുറഞ്ഞു വരുന്നൊരു സാഹചര്യമാണ്. അപ്പം പുതിയ കാലഘട്ടത്തിലെ പുതിയ തലമുറകളെ പ്രോത്സാഹനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വായനശാലകൾ, പുതിയ പുതിയ പരിപാടികൾ ഇവിടെ നടന്നു വരികയാണ്. അപ്പോൾ പുതിയ തലമുറയിൽപ്പെടുന്ന ചെറുപ്പക്കാർ കൂടുതൽ വായനയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ വായന ഉത്സവം, വായനാ ദിനം മാറണം. കേരളത്തെ അത്യന്തയുടെ അന്ധകാരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നിതാന്ത പരിശ്രമത്തിൽ ഏർപ്പെട്ട PN പണിക്കർ മെച്ചപ്പെട്ട ഒരു വായനാ സംസ്കാരം മലയാളികൾക്കിടയിൽ കെട്ടിപ്പടുക്കാൻ വലിയ സംഭാവനയാണ് നൽകിയത്. പുതിയ അധ്യയന വർഷം ആരംഭിച്ച് 3 ആഴ്ചയ്ക്കുള്ളിൽ ആഘോഷിക്കുന്ന വായനാ ദിനം ഒരു പുസ്തകം, ഒരാശയം, അനന്തമായ സാധ്യതകൾ എന്ന മുദ്രാവാക്യത്തിന്റെ നേരറിയിക്കുന്നു. മാറിയ കാലത്ത് ഇലക്ട്രോണിക്സ് വായന അടക്കമുള്ള നവസാങ്കേതിക വിദ്യയുടെ സാധ്യതകൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകി വായനയെ മരിക്കാതെ നമുക്ക് നിലനിർത്താം. നമുക്ക് വായിച്ചു വളരാം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.